ചാപ്റ്റർ 3 ലീനിയർ പ്രോഗ്രാമിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജനറൽ പ്രോബ്ലം ഓഫ് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസും ലീനിയർ ഫംഗ്ഷൻസ് ആകുമ്പോഴാണ് ആ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിനെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് LP ഇൻ 2-dimensional സ്പേസിന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Let x belongs to E2 and f of x equal to 4x1 plus 5x2. Also let x1 minus 2x2 less than or equal to 2, 2x1 plus x2 less than or equal to 6, x1 plus 2x2 less than or equal to 5, minus x1 plus x2 less than or equal to 2, x1 plus x2 greater than or equal to 1, and നമ്മളുടെ non-negativity conditions x1, x2 greater than or equal to 0. The problem is to find x naught equal to x1 naught, x2 naught, which maximizes f of x and satisfies the constraints 2 and 3. നമുക്ക് 5 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, അതുപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും. ഈ കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതും എഫ് ഓഫ് എക്സിനെ മാക്സിമൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് എക്സ് നോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിലും കൺസ്ട്രെയിൻസ് ആണെങ്കിലും എല്ലാം എന്താ, ലീനിയർ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ ഇതൊരു LP പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് LP ഇൻ 2-dimensional സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ +2 പഠിച്ച മെത്തേഡ് പ്രകാരം ഓരോ കൺസ്ട്രെയിൻസിൻ്റെയും റീജിയൻ നമ്മൾ മാർക്ക് ചെയ്യണം. ആദ്യത്തെ x1 മൈനസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ഇതിൻ്റെ റീജിയൻ മാർക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം അതിൻ്റെ ബൗണ്ടറി വരച്ച് നോക്കുക. അതായത് x1 മൈനസ് 2x2 ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ റീജിയൻ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യും? ഒറിജിൻ്റെ സൈഡിലേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ നോക്കുക. ഒറിജിൻ്റെ സൈഡിലേക്കാണോ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് 0, 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. 0, 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തന്നെയാണ് കിട്ടുന്നത്. സോ നമ്മളുടെ ഒറിജിൻ്റെ സൈഡിലേക്കാണ് റീജിയൻ വരുന്നത്. അങ്ങനെ ഓരോ കൺസ്ട്രെയിൻ്റെയും ബൗണ്ടറി വരച്ച്, ഓരോ ഇൻഇക്വാലിറ്റിൻ്റെയും ബൗണ്ടറി വരച്ച് നമുക്ക് ആ റീജിയൻ മാർക്ക് ചെയ്ത് വരിക. അങ്ങനെ ആ എല്ലാ റീജിയൻസിൻ്റെയും ഇൻ്റർസെക്ഷനാണ് ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺവെക്സ് പോളിഗൺ ആയിരിക്കും കിട്ടുക. ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ഇതിൽ ഏത് 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്താലും ആ സ്ട്രെയിറ്റ് ലൈനും ആ റീജിയനിൽ തന്നെ ലൈ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ ഒരു കോൺവെക്സ് പോളിഗൺ ആണ് നിങ്ങൾക്ക് എല്ലാ കൺസ്ട്രെയിൻസിനെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായി കിട്ടുക. ക്ലിയർലി ഇത് നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രാൻറ്റിലാണ് വരുന്നത്, കാരണം നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഉണ്ട്. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ്, ഈ 5 കൺസ്ട്രെയിൻസിനെയും, അതായത് ഇക്വേഷൻ 2നെയും 3നെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1, x2സിൻ്റെ കളക്ഷനാണ്. ഓക്കെ, നൗ നമുക്ക് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സുകൾ കിട്ടി. ഇനി ഈ പോയിന്റിൽ ഏതാണ് എഫ് ഓഫ് എക്സിനെ മാക്സിമൈസ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 11, അപ്പോൾ ഓരോന്നിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x1 പ്ലസ് 5x2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10ൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഓരോ എഫ് ഓഫ് എക്സിൻ്റെ ഓരോ വാല്യൂസ് കൊടുത്ത് അതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10ൻ്റെ വരയ്ക്കുമ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10 വരച്ചു, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 16 വരയ്ക്കുമ്പോൾ ജസ്റ്റ് ആ ലൈൻ D എന്ന പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വാല്യൂ എടുത്താൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 17 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഈ കോൺവെക്സ് പോളിഗണായിട്ടോ അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സോ ആയിട്ടോ ഒന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 17 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിൻറ്റും ഈ കോൺവെക്സ് പോളിഗണിൻ്റെ അകത്ത് വരുന്നില്ല. അതായത് ആ കൺസ്ട്രെയിൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 17 ഒരിക്കലും ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സുകളിൽ അറ്റൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് വരുന്ന മാക്സിമം വാല്യൂ ഏതാ? കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എഫ് ഓഫ് എക്സിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അത് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് D ആണ്. ഓക്കെ, അതുപോലെ ഇനി മിനിമം ആണ് ചോദിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9, അങ്ങനെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4ൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ജസ്റ്റ് അത് A എന്ന പോയിന്റിൽ ടച്ച് ചെയ്യും. ഇനി അതിനേക്കാളും കുറഞ്ഞ വാല്യൂസ് എടുക്കുമ്പോൾ ഈ കോൺവെക്സ് പോളിഗണുമായിട്ടോ അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സോ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അതായത് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കിട്ടും. സോ നമുക്ക് കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എഫ് ഓഫ് എക്സിന് അറ്റൈൻ ചെയ്യാവുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അത് അറ്റൈൻ ചെയ്യുന്നത് A എന്ന പോയിന്റിലാണ്. ഓക്കെ, നമുക്ക് മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും അത് എവിടെയാണ് അറ്റൈൻ ചെയ്തത്?
കോർണർ പോയിൻറ്റ്സിലാണ് അറ്റൈൻ ചെയ്തത്. സോ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച പോലെയാണെങ്കിൽ ജസ്റ്റ് ഈ കോർണർ പോയിൻറ്റ്സിൽ നിങ്ങൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നോക്കും. അതിലെവിടെയാണോ മാക്സിമം വരുന്നത് അതായിരിക്കും മാക്സിമം അറ്റൈൻ ചെയ്യുന്ന ആ പോയിൻറ്റ്, അല്ലെങ്കിൽ മിനിമം വരുന്നത് എവിടെയാണോ അതാണ് നമ്മളുടെ റിക്വയർഡ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടീസസിൻ്റെ ഡെഫിനിഷൻ നിങ്ങളുടെ പ്രിലിമിനറീസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കെ എന്ന കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടെക്സ് ആണ് എക്സ് എന്ന് പറയണമെങ്കിൽ ഈ എക്സിനെ കെയിലുള്ള മറ്റേത് രണ്ട് പോയിൻറ്റ് x1 x2 എടുത്താലും അതിന് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ എക്സ് എന്ന പോയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഒരു കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടെക്സ് ആണ് എക്സ് എന്ന പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ കെയിൽ മറ്റേത് രണ്ട് പോയിൻറ്റ് x1 x2 എടുത്താലും അതിന് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ എക്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ കോൺവെക്സ് പോളിഗൺ ABCDEFGയുടെ കോർണർ പോയിൻറ്റ്സ് നോക്കുക. ഈ കോർണർ പോയിൻറ്റ്സ് എല്ലാം എന്താ, ഈ കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടീസസ് ആണ്. കാരണം നിങ്ങൾക്ക് സി എന്ന പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഈ കോൺവെക്സ് സെറ്റിലെ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അതിന് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ഈ സി എന്ന പോയിൻ്റ് ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾക്ക് ഇതിലെ ഏത് കോർണർ പോയിൻ്റ് എടുത്താലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ABCDEFG എന്ന് പറയുന്ന ഈ പോയിൻറ്റ്സ് എല്ലാം തന്നെ എന്താ, ഈ കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടീസസ് ആണ്. സോ നമ്മളുടെ മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും എവിടെയാണ് അറ്റൈൻ ചെയ്തത്, വെർട്ടീസസിലാണ് അറ്റൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു അല്ലേ, നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് 4x1 + 5x2 ആണ് എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് 2x1 + x2 ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും, നമ്മൾ ഇതുപോലെ 2x1 + x2 = 5, 2x1 + x2 = 6 അങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ 2x1 + x2 = 6 എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് സിയിലും ഡിയിലെല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി അതിനേക്കാളും കൂടുതൽ ഒരു വാല്യൂ എടുത്താൽ 2x1 + x2 = 7 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കോൺവെക്സ് പോളിഗണുമായിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് 2x1 + x2 വരാവുന്ന മാക്സിമം വാല്യൂ എന്താ, 6 ആണ്. കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് 2x1 + x2 വരാവുന്ന മാക്സിമം വാല്യൂ 6 ആണ്. സോ നമ്മളുടെ ഒപ്റ്റിമം വാല്യൂ 6 ആണെന്ന് കിട്ടി. പക്ഷെ അത് എവിടെയൊക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഈ ഒരു ലൈനിൽ തന്നെ അറ്റൈൻ ചെയ്യുന്നത്. ഈ ഒരു കോൺവെക്സ് പോളിഗണിൻ്റെ ഈ ഒരു സൈഡിൽ മുഴുവനായിട്ട് CD എന്നുള്ള ആ സൈഡിൽ മുഴുവനായിട്ട് ഈ ഒരു ഒപ്റ്റിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് D എന്ന വെർട്ടെക്സിലും C എന്ന വെർട്ടെക്സിലും ഒപ്റ്റിമം വാല്യൂ അറ്റൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 2x1 + x2 എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫംഗ്ഷനാണ്. അതിന് മോർ ദാൻ 1 പോയിൻറ്റ്സിൽ ഒപ്റ്റിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്, മാക്സിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒരു തിയറം പഠിച്ചിരുന്നു, അതുപ്രകാരം നമുക്ക് എന്ത് പറയാം, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൽ മാക്സിമം അറ്റൈൻ ചെയ്യും. അപ്പോൾ മിനിമം ആണ് മുൻപ് പറഞ്ഞത്, അതേപോലെ തന്നെ മാക്സിമം ആണെങ്കിലും നമുക്കതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൽ അറ്റൈൻ ചെയ്യും. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ CD എന്നുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ ഈ CD എന്നുള്ള ലൈനിൽ വരുന്ന എല്ലാ വാല്യൂസും എന്താ, ഈ ഫംഗ്ഷൻ്റെ ഒപ്റ്റിമം വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സിലും ഈ ഫംഗ്ഷൻ്റെ മിനിമം ആണ് അറ്റൈൻ ചെയ്യുന്നത്, മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മുടെ LP പ്രോബ്ലത്തിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ എക്സ്ട്രീമം അല്ലെങ്കിൽ ഒപ്റ്റിമം വാല്യൂസ് എവിടെയൊക്കെ അറ്റൈൻ ചെയ്യാം, വെർട്ടീസസിലും അറ്റൈൻ ചെയ്യാം. ഇനി ഒന്നിൽ കൂടുതൽ വെർട്ടീസസിലാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒപ്റ്റിമം വാല്യൂ അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ 2നെയും ഇക്വേഷൻ 3നെയും, അതായത് കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ the set of all solutions of 2 and 3 is a convex set with vertices. അപ്പോൾ ഇത് ഏത് LP പ്രോബ്ലത്തിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ സെറ്റ് ഒരു കോൺവെക്സ് സെറ്റ് ആവും. അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൂഫ് പിന്നീട് പറയാം. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഒപ്റ്റിമം at a vertex of this convex set, and if there are two such vertices, every convex linear combination of the vertices is also a point where f of x is optimum. Okay, ഇനി നമ്മളുടെ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിലും എല്ലാം ഈക്വൽ ടു ടൈപ്പിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ഈക്വൽ ടു ടൈപ്പ് ആക്കി മാറ്റാം, നമുക്കിവിടെ കൺസ്ട്രെയിൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x1 - 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതിനെ ഈക്വൽ ടു ടൈപ്പ് ആക്കണമെങ്കിൽ നമുക്കൊരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ സെക്കൻഡ് വണ്ണിലും സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫിഫ്ത്ത് കൺസ്ട്രെയിൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ x1 + x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്ത് ചെയ്യണം, ഒരു സ്ലാക്ക് വേരിയബിൾ മൈനസ് ചെയ്ത് കൊടുക്കുക, അതായത് സർപ്ലസ് വേരിയബിൾ. ഓക്കെ,
അപ്പോൾ ഇവിടെ ജനറലായിട്ട് നമ്മൾ എല്ലാ വേരിയബിൾസിനെയും സ്ലാക്ക് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. കൺസ്ട്രെയിൻസ് x1 മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു 2. ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ലാക്ക് വേരിയബിൾ x3. ഓക്കെ, 2x1 plus x2 plus x4 equal to 6, x1 plus 2x2 plus x5 equal to 5, minus x1 plus x2 plus x6 equal to 2, x1 plus x2 minus x7 equal to 1. നമ്മുടെ എല്ലാ സ്ലാക്ക് വേരിയബിൾസും നോൺ നെഗറ്റീവ് വേരിയബിൾസ് ആണ്. ഓൾസോ നമ്മുടെ x1 x2 നോൺ നെഗറ്റീവ് ആയിരിക്കണം. സോ നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എങ്ങനെയാവും? x1 x2 എക്സെട്ര x7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് 5 ഇക്വേഷൻസ് ആണ് വരുന്നത് ഇൻ 7 വേരിയബിൾസ്. അപ്പോൾ 7 വേരിയബിൾസിൽ 5 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ 7 മൈനസ് 5 വേരിയബിൾസ് ഇഷ്ടമുള്ള വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റും, അതായത് 2 വേരിയബിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 വേരിയബിൾസിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും 2 വേരിയബിളിന് 0 എന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ 7 വേരിയബിൾസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വേരിയബിൾസ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എത്ര വേസിൽ ചൂസ് ചെയ്യാൻ പറ്റും? 7C2 നമ്മൾ സെലക്ട് ചെയ്യണം. 7 വേരിയബിൾസിൽ നിന്ന് 2 വേരിയബിൾസ് 0 കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 21 വേസിൽ നിങ്ങൾക്ക് 2 വേരിയബിൾസിന് 0 കൊടുക്കാൻ പറ്റും. ആ 21 വേസ് ആണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് x1നും x2നും 0 കൊടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അടുത്ത കേസിൽ x1നും x3ക്കും 0 കൊടുത്തു, അത് യൂസ് ചെയ്ത് ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. പക്ഷേ നിങ്ങൾ ആദ്യത്തെ കേസിൽ നോക്കുക, x7 നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അടുത്ത കേസിലും x2ന് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്, അതുപോലെ x7 നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ സ്ലാക്ക് വേരിയബിൾ ആണെങ്കിലും ഏത് വേരിയബിൾ ആണെങ്കിലും നമുക്ക് നോൺ നെഗറ്റീവ് ആയിട്ട് കിട്ടണം. സോ നമ്മളുടെ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും ഒന്നും പോസിബിൾ അല്ല. നിങ്ങൾക്ക് എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവായി കിട്ടുന്നത് ഇതിലാകെ 7 കേസസിലായിരിക്കും. ആ 7 കേസസ് വരുന്നത് ഏതിലായിരിക്കും? നിങ്ങൾ ഗ്രാഫിക്കലി ഡിറ്റർമൈൻ ചെയ്ത ആ കോൺവെക്സ് പോളിഗണിൻ്റെ വെർട്ടീസസിൽ, അതായത് ABCDEFG എന്നുള്ള ആ വെർട്ടീസസിലായിരിക്കും നിങ്ങളുടെ എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവായിട്ട് കിട്ടുക. ഓക്കെ, ആ കിട്ടിയ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോൺ നെഗറ്റീവായിട്ട് എല്ലാ വേരിയബിൾസിനും നോൺ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ഫംഗ്ഷൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക, മാക്സിമം വരുന്നത് എവിടെയാണ്, മിനിമം വരുന്നത് എവിടെയാണോ എന്ന് ആ പോയിന്റ് എടുത്തെഴുതാം. ഓക്കെ, നോ ജനറൽ LP പ്രോബ്ലം. അപ്പോൾ നമ്മളുടെ 2 ഡയമെൻഷണൽ കേസിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. അവിടെ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. അതുപോലെ കൺസ്ട്രെയിൻസ് ആണെങ്കിലും 2 വേരിയബിൾസിൽ വരുന്ന ലീനിയർ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കിനി ജനറൽ, അതായത് n ഡയമെൻഷണൽ കേസ് പറയുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് ആയിരിക്കണം. അതുപോലെ കൺസ്ട്രെയിൻ ഫംഗ്ഷൻസ് ആണെങ്കിലും ലീനിയർ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് ആയിരിക്കണം. സോ നമ്മളുടെ ലീനിയർ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് വരുന്നത്? C1x1 plus C2x2 plus etc. plus Cnxn. Okay, f of x equal to C1x1 plus C2x2 plus etc. plus Cnxn. That is summation j equal to 1 to n Cj xj. And gi of x equal to summation j equal to 1 to n aij xj minus bi. അപ്പോൾ നമ്മൾ ഈ തൊട്ട് മുൻപ് പറഞ്ഞ കേസിലെ g1 of x എന്ത് വരും? g1 of x എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്നിട്ടുള്ളത് x1 മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു 2 ആണ്. സോ നമ്മളുടെ g1 of x വരുന്നത് x1 മൈനസ് 2x2 പ്ലസ് x3 മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഇതാണ്. നമ്മൾ ഈ ഒരു ഫംഗ്ഷനാണ് g1 of x എന്ന് പറയുന്നത്. g2 ആണെങ്കിൽ 2x1 പ്ലസ് x2 പ്ലസ് x4 മൈനസ് 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പിലായിരിക്കും നമ്മളുടെ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് LP പ്രോബ്ലത്തിൽ വരിക. gi of x equal to summation j equal to 1 to n aij xj minus bi, where cj, aij, bi belongs to R, I equal to 1 to m, j equal to 1 to n. ഓക്കെ, ഇനി നമ്മളുടെ പ്രോബ്ലം ജനറൽ LP പ്രോബ്ലത്തിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ f of x നെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, to find x naught such that f of x naught less than or equal to f of x for all x satisfying the constraints gi of x equal to 0 for I equal to 1 to m and x greater than or equal to 0. കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതും എഫ് ഓഫ് എക്സിനെ മിനിമൈസ് ചെയ്യുന്നതുമായിട്ടുള്ള എക്സ് നോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് മെട്രിക്സ് ഫോമിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര പ്ലസ് CnXn അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ്. ഇവിടെ സി എന്ന് പറയുന്നത് റോ മെട്രിക്സ് C1 C2 എക്സെട്ര Cn ആൻഡ് എക്സ് എന്നുള്ളത് കോളം മെട്രിക്സ് x1 x2 എക്സെട്ര Xn. സോ നമുക്ക് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര പ്ലസ് CnXn എന്ന് കിട്ടും. അപ്പോൾ അതിനെയാണ് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു CX എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് ടു AX ഈക്വൽ ടു B. അതെങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ സബ്ജക്റ്റ് ടു GI ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ I ഈക്വൽ ടു 1 to M എന്ന് പറഞ്ഞു. അപ്പം G1 ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് A11 x1 പ്ലസ് A12 x2 പ്ലസ് എക്സെട്ര പ്ലസ് A1n xn ഈക്വൽ ടു B1. അങ്ങനെ നമുക്ക് GIയും M ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AM1 x1 പ്ലസ് AM2 x2 പ്ലസ് എക്സെട്ര പ്ലസ് AMn xn ഈക്വൽ ടു BM. സോ ഇതിന് മെട്രിക്സ് ഫോമിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? AX ഈക്വൽ ടു B എന്നുള്ള ഫോമിൽ. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ മെട്രിക്സ് M/N മെട്രിക്സ് ആയിരിക്കും. A11 A12 എക്സെട്ര A1n A21 A22 എക്സെട്ര A2n AM1 AM2 എക്സെട്ര AMn ആൻഡ് X ഈക്വൽ ടു കോളം മെട്രിക്സ് X1 X2 എക്സെട്ര Xn ആൻഡ് B ഈക്വൽ ടു കോളം മെട്രിക്സ് B1 B2 എക്സെട്ര BM. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൺസ്ട്രെയിൻസ് GI ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ I ഈക്വൽ ടു 1 to M, ഈ M ഇക്വേഷൻസിനെയാണ് ഇവിടെ AX ഈക്വൽ ടു B എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമ്മുടെ ജനറൽ LP പ്രോബ്ലം എന്താ? മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു CX സബ്ജക്റ്റ് ടു AX ഈക്വൽ ടു B എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഈക്വൽ ടു മിനിമൈസ് എഫ് ഈക്വൽ ടു സമ്മേഷൻ J ഈക്വൽ ടു 1 to N CJXJ സബ്ജക്റ്റ് ടു summation J equal to 1 to N AIJ XJ equal to BI for I equal to 1 to M and XJ greater than or equal to 0 for I equal to 1 for J equal to 1 to N. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൽ വന്ന സ്കെയിലേഴ്സ്, അതായത് C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര പ്ലസ് CnX എന്ന് പറയുമ്പോൾ അവ വരുന്ന സ്കെയിലേഴ്സ് കോയിഫിഷ്യൻസ് CJസിനെയാണ് കോസ്റ്റ് കോയിഫിഷ്യൻസ് എന്ന് പറയാം. കോസ്റ്റ് കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൽ വരുന്ന കോയിഫിഷ്യൻസ് ആണ്. ഇനി നമ്മളുടെ സ്റ്റാൻഡേർഡ് പ്രോബ്ലം നമ്മൾ പറഞ്ഞു മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമൈസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആക്കി മാറ്റാം? അതിനെ മിനിമൈസ് ആക്കി മാറ്റണം അല്ലേ? സോ നമുക്കിവിടെ എഫ് ഓഫ് എക്സിനെ മാക്സിമൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് എഫ് ഓഫ് എക്സിനെ മിനിമൈസ് ചെയ്താൽ മതി. സോ നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട പ്രോബ്ലത്തിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സൈ ഓഫ് എക്സിന് കൊടുത്തിട്ടുള്ളത് മൈനസ് എഫ് ഓഫ് എക്സിനെയാണ്. സോ വി ഹാവ് ടു മിനിമൈസ് സൈ ഓഫ് എക്സ്. ഇനി ഒരു വേരിയബിളിനെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ വാല്യൂസ് -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് ഏത് റിയൽ വാല്യൂസ് വേണമെങ്കിലും അറ്റൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജനറൽ LP പ്രോബ്ലത്തിൽ നമുക്ക് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആയിരിക്കണം. സോ നമുക്ക് ഇങ്ങനെ ഒരു അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? രണ്ട് നോൺ നെഗറ്റീവ് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുക. അതായത് XJ ആണ് നിങ്ങളുടെ അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ എങ്കിൽ XJ ഈക്വൽ ടു XJ1 മൈനസ് XJ2 എന്നുള്ള ഫോമിൽ എഴുതുക. വേറെ XJ1 XJ2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിളിൽ നമുക്കൊരു LP പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനാണ്. മാക്സിമൈസ് F ഈക്വൽ ടു 2x1 പ്ലസ് x2 മൈനസ് x3 സബ്ജക്റ്റ് ടു 2x1 മൈനസ് 5x2 പ്ലസ് 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 3x1 പ്ലസ് 6x2 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 4, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 അൺറെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x2 അൺറെസ്ട്രിക്റ്റഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ മാറ്റണം? രണ്ട് നോൺ നെഗറ്റീവ് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതണം. x2 ഈക്വൽ ടു x21 മൈനസ് x22 വേറെ x21 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x22 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും x2ന് ഈ ഒരു വാല്യൂണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, x21 മൈനസ് x22. ഓക്കെ, ഇനി മാക്സിമൈസ് ആണ്. സോ നമുക്കതിനെ എങ്ങനെ മാറ്റണം? മിനിമൈസ് ആക്കി മാറ്റണം. മിനിമൈസ് മൈനസ് എഫ്. ഓക്കെ, സൈ ഈക്വൽ ടു മൈനസ് എഫ് ഈക്വൽ ടു മൈനസ് 2x1 മൈനസ് അവിടെ x2ൻ്റെ പ്ലേസിൽ x21 മൈനസ് x22 ആണ് കൊടുക്കേണ്ടത്. സോ നെഗറ്റീവ് കൂടെ വരുമ്പോൾ മൈനസ് x21 പ്ലസ് x22 പ്ലസ് x3 സബ്ജക്റ്റ് ടു. ഇനി സബ്ജക്റ്റ് ടു നമ്മളുടെ GI ഓഫ് എക്സ് ഈക്വൽ ടു 0, അതായത് സമ്മേഷൻ J ഈക്വൽ ടു 1 to N AIJ XJ
ഈക്വൽ ടു ബി ഐ, ഈ ഒരു ഫോമിലായിരിക്കണം നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് എഴുതേണ്ടത്, ഈക്വൽ ടു ടൈപ്പിൽ. സോ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പാണ്. അപ്പോൾ അതിൽ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്ലസ് x4. അവിടെയും നമ്മളുടെ x2നെ മാറ്റി x21 മൈനസ് x22 ആക്കിയിട്ടുണ്ട്. അടുത്ത കേസിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പാണ്. ഒരു സ്ലാക്ക് വേരിയബിൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കേസ് ഈക്വൽ ടു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ x2നെ മാറ്റി x21 മൈനസ് x22 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വേരിയബിൾസ് എല്ലാം എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ജനറൽ ഒരു LP പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമുക്ക് മിനിമൈസ് ആണ് ചെയ്യേണ്ടത്. ആൻഡ് കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻസ് നമ്മൾക്ക് സമ്മേഷൻ j ഈക്വൽ ടു 1 to n aij xj ഈക്വൽ ടു ബി ഐ, ആ ടൈപ്പിൽ വേണം നമ്മൾ എഴുതണമെങ്കിൽ. ഓക്കെ, ആൻഡ് എല്ലാ വേരിയബിൾസും നോൺ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് രണ്ട് നോൺ നെഗറ്റീവ് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് ഫീസിബിൾ സൊല്യൂഷൻസ്. ഡെഫിനിഷൻ: എ സൊല്യൂഷൻ ഓഫ് 7 and 8 ഈസ് കോൾഡ് ഫീസിബിൾ സൊല്യൂഷൻ. അതായത് കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിൻ്റെ കളക്ഷനാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻസിൻ്റെ കളക്ഷനല്ല, ജസ്റ്റ് ആ സൊല്യൂഷനെ, കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനെ നമുക്കതിന് ഈ LPയുടെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് SF എന്ന്. ഓക്കെ, സോ എല്ലാ LP പ്രോബ്ലത്തിനും നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണമെന്നില്ല. അതായത് കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. സോ നമ്മളുടെ SF എംപ്റ്റി ആവാനും പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് തിയറം: ദ സെറ്റ് SF ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ഇഫ് നോട്ട് എംപ്റ്റി ഈസ് എ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആൻഡ് സോ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് SF എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിൻ്റെ കളക്ഷനാണ് SF എന്നുള്ളത്, സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ്. അപ്പോൾ അത് എംപ്റ്റി ആവാനും പോസിബിലിറ്റി ഉണ്ട്. സപ്പോസ് SF നോട്ട് എംപ്റ്റി ആണെങ്കിൽ, നോൺ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ അതൊരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് സോ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് പ്രിലിമിനറീസിൽ വരുന്ന ഒരു തിയറത്തിൽ പറയുന്നതാണ്. ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ്, ഒരു നോൺ എംപ്റ്റി ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോയ്ക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ SF നോൺ എംപ്റ്റി ആണെങ്കിൽ അത് ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. നമ്മൾ SF എന്താണെന്ന് പറഞ്ഞു, കൺസ്ട്രെയിൻസിനെയും, അതായത് GI ഓഫ് x ഈക്വൽ ടു 0 ഫോർ I ഈക്വൽ ടു 1 to m ആൻഡ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ, അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിൻ്റെ കളക്ഷനാണ്. ദാറ്റ് ഈസ് SF ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ഹൈപ്പർ പ്ലെയിൻസ് GI ഓഫ് x ഈക്വൽ ടു 0 ഫോർ I ഈക്വൽ ടു 1 to m ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഹൈപ്പർ പ്ലെയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 3 ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്, AX പ്ലസ് BY പ്ലസ് CZ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ GI ഓഫ് x ഈക്വൽ ടു 0ൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരുന്നു വന്നത്, A11x1 പ്ലസ് A12x2 പ്ലസ് എക്സെട്ര പ്ലസ് A1nxn ഈക്വൽ ടു B1, ആ ഒരു ഫോമിൽ. അപ്പോൾ ഇത് നമ്മളുടെ n ഡയമെൻഷണൽ സ്പേസിലുള്ള പ്ലെയിനാണ്. അപ്പോൾ അതാണ് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ M ഹൈപ്പർ പ്ലെയിൻസിൻ്റെയും അതുപോലെ ഈ ഒരു സെറ്റിൻ്റെയും, സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈ ഒരു സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷനാണ് നമ്മളുടെ SF എന്നുള്ള സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഹൈപ്പർ പ്ലെയിൻസും എന്താ, നമുക്ക് കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ആണെന്നുള്ളതിൻ്റെ, SF കോൺവെക്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പ്രൂഫ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയണം. ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം, GI ഓഫ് x ജസ്റ്റ് നമുക്ക് സമ്മേഷൻ j ഈക്വൽ ടു 1 to n aij xj ഈക്വൽ ടു BI എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ക്ലിയർലി നമ്മളുടെ GI ഓഫ് x മൈനസ് BI എന്നുള്ള ഫോമിൽ. ഓക്കെ,
അപ്പോൾ നമ്മളുടെ GI(x) എല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. സോ നമുക്ക് ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ ഓപ്പൺ സെറ്റ് ഓപ്പൺ ആയിരിക്കും. നമ്മളുടെ സെറ്റ് 0 എന്ന് പറയുന്നത് എന്താ, റിയൽ ലൈനിലെ ക്ലോസ്ഡ് സെറ്റാണ്. സോ ഇൻവേഴ്സ് ഇമേജ് GI ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0 എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും ഫോർ ഈച്ച് i = 1 to m. അപ്പോൾ നമ്മൾ പറഞ്ഞു SF എന്നുള്ളത് ഈ GI(x) = 0 ഫോർ i = 1 to m ഈ കണ്ടീഷൻസും അതുപോലെ x > 0 ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഹൈപ്പർ പ്ലെയിൻസിൻ്റെയും ഈ സെറ്റിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് SF എങ്ങനെ എഴുതാം, SF ഇൻ്റർസെക്ഷൻ i = 1 to m GI(x) = 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ, അതായത് GI ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0 ഇൻ്റർസെക്ഷൻ H നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ കൂടി. അപ്പോൾ നമ്മൾ പറഞ്ഞു GI ഇൻവേഴ്സ് ഓഫ് സെറ്റ് 0 ഓരോന്നും ക്ലോസ്ഡ് സെറ്റ് ആണെന്ന്. സോ ഇൻ്റർസെക്ഷൻ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇനി H എന്ന് പറയുന്നത് x > 0 ആവുന്ന എക്സുകളുടെ കളക്ഷനാണ്. സോ ക്ലിയർലി എച്ചും ഒരു ക്ലോസ്ഡ് സെറ്റാണ്. സോ ഈ ഒരു സെറ്റും ക്ലോസ്ഡ് ആണ്, എച്ചും ക്ലോസ്ഡ് ആണ്. സോ അതിൻ്റെ ഇൻ്റർസെക്ഷനും എന്തായിരിക്കും, ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. സോ SF ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് കിട്ടും. ഇനി SF കോൺവെക്സ് ആണെന്ന് പറയണം. അപ്പോൾ ക്ലിയർലി നമുക്കിവിടെ ഓരോ ഹൈപ്പർ പ്ലെയിൻസും കോൺവെക്സ് ആണ് ആൻഡ് എച്ചും കോൺവെക്സ് ആണ്. സോ ഇൻ്റർസെക്ഷൻ കോൺവെക്സ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പ്രൂഫ് പിന്നീട് പറയുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ബൗണ്ടഡ് ബിലോ ആണെന്ന് ജസ്റ്റ് ഈ എച്ചിൻ്റെ ഡെഫിനിഷനിൽ തന്നെ കിട്ടും. എച്ച് എന്താ, സെറ്റ് ഓഫ് ഓൾ x such that x > 0. അപ്പോൾ എച്ചിൻ്റെയുമായിട്ട് ഇൻ്റർസെക്ഷൻ കൂടി എടുത്തിട്ടാണ് നമുക്ക് SF കിട്ടുന്നത് അല്ലേ. സോ ഈ SF എന്ന് പറയുന്നത് എച്ചിൻ്റെ സബ്സെറ്റാണ്. എച്ചിലുള്ള ഓരോ എലമെൻറ്റും ബൗണ്ടഡ് ബിലോ ബൈ 0 ആണ്. എച്ചിലുള്ള ഓരോ എലമെൻറ്റും > 0 ആണ്. സോ നമുക്ക് 0 വെച്ച് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ബിലോ ബൈ 0 ആണ്. സോ നമ്മളുടെ എച്ചിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ SF എന്തായിരിക്കും, ബൗണ്ടഡ് ഫ്രം ബിലോ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് SF കോൺവെക്സ് എന്നതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ SF ക്ലോസ്ഡ് ആണെന്ന് കിട്ടി, ബൗണ്ടഡ് ഫ്രം ബിലോ ആണെന്ന് പറഞ്ഞു, ഇനി കോൺവെക്സ് സെറ്റ് ആണെന്ന് കിട്ടണം. ഓക്കെ, കോൺവെക്സ് സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് SF ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അതിന് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനും ആ SF തന്നെ കണ്ടെയ്ൻഡ് ആണെന്ന് പറയണം. ഓക്കെ, SF കണ്ടെയ്ൻഡ് ആണെന്ന് പറയണമെങ്കിൽ എന്താ കിട്ടേണ്ടത്, കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയണം. ഓക്കെ, ലെറ്റ് x1 ആൻഡ് x2 ബി 2 ഫീസിബിൾ സൊല്യൂഷൻസ്, അതായത് x1ഉം x2ഉം SF എലമെൻറ്റ്സ് ആണ്. ദെൻ x1ഉം x2ഉം ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും, കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യും, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ x1 > 0 എന്ന് കിട്ടും, x2 > 0 എന്ന് കിട്ടി. ഇനി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് Ax1 = b ആയിരിക്കും, അതുപോലെ Ax2 = b ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും SF ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് let x be any convex linear combination of x1 and x2. then നമുക്കറിയാം കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2 ആണെങ്കിൽ അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും, x = 1 - λ × x1 + λ × x2 where 0 < λ < 1. then we have to prove that x belongs to SF. അപ്പോൾ ആദ്യം നമുക്ക് x > 0 എന്ന് പറയണം, അതുപോലെ Ax = b എന്നും കിട്ടണം. കൺസ്ട്രെയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യണം, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇനി x1 > 0 ആണ്, അതുപോലെ x2 > 0 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ > 0 എന്ന് പറയുന്നത് ഒരു n ടപ്പിളിനെയാണ്. അപ്പോൾ ഇതിന് > 0 എന്ന് എപ്പോഴാണ് പറയുന്നത്, അതിൻ്റെ ഓരോ കമ്പോണൻസും റിയൽ നമ്പേഴ്സ് ആണ്, x1 x2 xn. അപ്പോൾ അതെല്ലാം > 0 എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x1 > 0 എന്ന് അറിയാം, കാരണം x1 എടുത്തിരിക്കുന്നത് SF നിന്നാണ്. ഇനി 1 - λ എന്താ, > 0 ആണ്, കാരണം λ < 1 ആയതുകൊണ്ട് 1 - λ > 0 ആണ്. സോ 1 - λ × x1 > 0 ആയിരിക്കും, അതുപോലെ λ × x2 > 0 ആൻഡ് λ > 0. സോ λ × x2 > 0. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും > 0 ആയതുകൊണ്ട് അതിന് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഓരോ കമ്പോണൻസും നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ
1 minus lambda into x1 plus lambda into x2 greater than or equal to 0. That is x greater than or equal to 0. Okay. സോ നമുക്ക് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എ എക്സ് ഈക്വൾ ടു ബി എന്ന ഇക്വേഷനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. സോ കൺസിഡർ എ എക്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ ഇൻറ്റു x2 വിച്ച് ഇസ് ഈക്വൾ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എ എക്സ്1 പ്ലസ് ലാംഡ ഇൻറ്റു എ എക്സ്2. എ എക്സ്1ഉം x2 കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എ എക്സ്1 ഈക്വൾ ടു ബി ആണ് ആൻഡ് എ എക്സ്2 ഈക്വൾ ടു ബി ആണ്. സോ വി ഗെറ്റ് 1 മൈനസ് ലാംഡ ഇൻറ്റു ബി പ്ലസ് ലാംഡ ഇൻറ്റു ബി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? ബി. ഓക്കെ, 1 മൈനസ് ലാംഡ ഇൻറ്റു ബി പ്ലസ് ലാംഡ ഇൻറ്റു ബി ഈക്വൾ ടു ബി. സോ വി ഗെറ്റ് എ എക്സ് ഈക്വൾ ടു ബി. അപ്പോൾ നമ്മളുടെ എക്സ്, അതായത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2 എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റും ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? കൺസ്ട്രെയിൻസിനെയും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എക്സ് ബിലോങ്സ് ടു എസ് എഫ്. സോ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ് ഈസ് എ കോൺവെക്സ് സെറ്റ്. നമുക്ക് എസ് എഫ് കോൺവെക്സ് സെറ്റ്, ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണെന്ന് പറഞ്ഞു. ഈ നോൺ എം ടി കേസ് നമുക്ക് കോൺവെക്സ് ആണെന്നൊക്കെ പറയണമെങ്കിൽ അതൊരു നോൺ എം ടി സെറ്റ് ആയിരിക്കണം. ജസ്റ്റ് 2 പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്കതിന് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഇതിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എസ് എഫ് നോൺ എം ടി സെറ്റ് ആണെങ്കിൽ അതൊരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഏതൊരു കോൺവെക്സ് നോൺ എം ടി ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഉണ്ടാവും. അത് നിങ്ങളുടെ പ്രീവിയസ് ചാപ്റ്ററിൽ പ്രിലിമിനറീസിൽ വരുന്ന ഒരു തിയറമാണ്. അപ്പോൾ അതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.